സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു നമ്മൾ പറയാറില്ല അസൈൻഡ് അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ മറ്റൊരാളുടെ മുന്നിലോട്ടേക്ക് ഏത് രീതിയിലാണ് എക്സ്പ്രസീവ് ആവേണ്ടത്. സോ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. ഇന്ന് ഒരു സെക്സിൽ ജനിച്ചതുകൊണ്ട് അതേ അസൈൻഡ് ആയിട്ടുള്ള ഒരു ജെൻഡറിൽ ജീവിക്കണമെന്നോ അത് മാച്ച് ആവണമെന്നോ യാതൊരു നിർബന്ധമില്ല. പക്ഷെ സെക്സ് എന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് അത് പ്യുവർലി ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ആൾക്കാർ പറയുന്ന സമയത്ത് ഇതൊരു മെൻ്റൽ ഡിസോർഡർ അല്ലേ പ്രൊനൗൺസ് ഒക്കെ വരുന്നുള്ളത്. അതായത് ചില ആൾക്കാർ പറയും ഹീ, ഹിം, അല്ലെങ്കിൽ ഷീ, ഹെർ, ദേ, ദം എന്നുള്ള പല രീതിയിലുള്ള പ്രൊനൗൺസ് ഉണ്ട്. ഒരു മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്ക് എന്താ പറയുക, എൻ്റെ സെക്സ് ഇതാണ്, എൻ്റെ ജെൻഡർ ഇതാണ്, അതുകൊണ്ട് എനിക്ക് സെക്ഷുവൽ ആയിട്ടുള്ള ഫീലിങ്സ് നിർബന്ധമാണ് എന്നൊന്നുമില്ല. അസെക്ഷൽ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവും. സെക്ഷുവാലിറ്റി തന്നെ ഇല്ലാത്ത എനിക്ക് ആരുടെ ഒരു ഫീലിങ്സും തോന്നുന്നില്ല. അതൊരു നോർമലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഒരാൾ പറയുകയാണ്, ഒരു ഫാമിലിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ആരുടെ സെക്ഷുവൽ ആയിട്ടുള്ള ഫീലിങ്സ് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന കാര്യം എന്താ, ഓക്കെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾ ആരുടെ കൂടെ ഫിസിക്കൽ ഇൻറ്റിമസിയിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആരായിരിക്കണം, അത് ഏത് ജെൻഡറിലുള്ള ആരായിരിക്കണം, അല്ലെങ്കിൽ അത് ഏത് സെക്സിലുള്ള ആളായിരിക്കണം എന്നുള്ളത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒരാൾക്കും ആ ഒരു പേഴ്സണൽ ചോയ്സിലോട്ടേക്ക് കടന്നു ചെല്ലാനുള്ള അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതായത് ഇപ്പോഴും നമ്മൾ സെക്സിനെയും ജെൻഡറിനെയും ഒരേ ഒരു പാത്രത്തിലാണ് കാണാറുള്ളത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ഒന്നാണ്, അല്ലെങ്കിൽ സെക്സ് തന്നെയാണ് ജെൻഡർ എന്നുള്ളൊരു മിസ്കോൺസെപ്ഷൻസ് പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ സെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു നമ്മൾ പറയാറില്ല അസൈൻഡ് അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് അപ്പോൺ ദെയർ ഒരു റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗൻസിനെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ക്രോമോസോംസിനെ വെച്ചിട്ടായിരിക്കാം, ഹോർമോൺസിനെ വെച്ചിട്ടായിരിക്കാം. അങ്ങനെയാണ് ആക്ച്വലി ഒരാളുടെ ഒരു പേഴ്സൻ്റെ സെക്സിന് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഇന്നർ സെൻസിലോട്ടേക്ക് എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഞാൻ മറ്റൊരാളുടെ മുന്നിലോട്ടേക്ക് ഏത് രീതിയിലാണ് എക്സ്പ്രസീവ് ആവേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കുറച്ചും കൂടി നമ്മൾ ഇന്നർ സെൻസ് എന്ന് പറയും. സോ ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. ഇപ്പം നമ്മൾ പറയാറില്ല ഒരു ഫെമിനൈൻ, അല്ലെങ്കിൽ ഒരു മെസ്കുലൈൻ, അതും അല്ലെങ്കിൽ നോൺ ബൈനറി, ട്രാൻസ്ജെൻഡർ എന്നുള്ള കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്കൊരു ജെൻഡർ കാറ്റഗറി എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് ജെൻഡർ എപ്പോഴും കുറച്ചും കൂടി സൈക്കോളജിക്കലി, സോഷ്യലി, ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കും. എൻ്റെ ഉള്ളിൽ ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് ഒരാളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ആ ഒരു കോൺസെപ്റ്റിലാണ് എപ്പോഴും ജെൻഡർ ഊന്നി നിൽക്കാറുള്ളത്. ഇപ്പം ഇന്ന് ഒരു സെക്സിൽ ജനിച്ചതുകൊണ്ട് അതേ അസൈൻഡ് ആയിട്ടുള്ള ഒരു ജെൻഡറിൽ ജീവിക്കണമെന്നോ അത് മാച്ച് ആവണമെന്നോ യാതൊരു നിർബന്ധമില്ല. മിസ്മാച്ചസ് സംഭവിക്കാം. സോ മിസ്മാച്ചസ് സംഭവിക്കാതെ അലൈൻ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സിസ്ജെൻഡേഴ്സ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ മിസ്മാച്ചസ് സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ഫൈൻ, അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നോൺ ബൈനറി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെയും ചെയ്യാം. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ജെൻഡർ കാറ്റഗറിയിലാണ് നമ്മളുള്ളത്. പക്ഷേ സെക്സ് എന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് അത് പ്യുവർലി ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. വെൻ കമ്മിങ് ടു ദ പാർട്ട് ഓഫ് ജെൻഡർ, അത് കുറച്ചും കൂടി സോഷ്യൽ കൺസ്ട്രക്ഷനാണ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള ഫെമിനൈൻ ആയിട്ടുള്ള, ഇപ്പോൾ ഫെമിനൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ, അസൈൻഡ് ആയിട്ട് ജനിച്ചിട്ടുള്ളൊരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ഫെമിനൈൻ സ്വഭാവം കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഈ മിസ്മാച്ചസ് ശരിക്കും ആൾക്കാർ പറയുന്ന സമയത്ത് ഇതൊരു മെൻ്റൽ ഡിസോർഡർ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഇതൊരിക്കലും അല്ല. മിസ്മാച്ചസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഡിസ്ട്രെസ് ആണ്. ഇപ്പം നമ്മളൊരു ജെൻഡറിൽ ഒരു സെക്സിൽ നമ്മൾ ജനിക്കുന്നു, പക്ഷേ അത് അലൈൻ ചെയ്തിട്ട് സൊസൈറ്റി ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള, അലൈൻ ചെയ്തിട്ടുള്ള അതേ ജെൻഡറിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെ ആവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്ട്രെസ് ഉണ്ടല്ലോ. ഇത് ബേസിക്കലി മറ്റുള്ള എല്ലാ ഡിസ്ട്രെസ്സും പോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, മെൻ്റൽ ഡിസ്ട്രെസ് ആയിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്ഫോറിയ ആയിട്ട്, മുമ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്ന വാക്കാണ് ഡിസ്ഫോറിയ എന്നുള്ളത്. ഇപ്പം പല പ്രാവശ്യം നമ്മൾ ആ ഒരു വാക്ക് മാറ്റി വെച്ചിട്ട് ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്നുള്ളൊരു വാക്കാണ് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. അതായത് നമ്മൾ ജനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അസൈൻഡ് ആയിട്ടുള്ള ബേർത്തിലുണ്ടായിരുന്ന ഒരു സെക്സുമായിട്ട് ഈ ഒരു ജെൻഡർ കണക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അലൈൻ ആവുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എനിക്ക് ജെൻഡർ ഇൻകോൺഗ്രുവൻസസ് ഉണ്ട്, ആ ഒരു മെൻ്റൽ ഡിസ്ട്രെസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്,
ഈ ഒരു അടുത്ത കാലത്താണോ എല്ലാവർക്കും ഈ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുള്ളത്? അത് ഈ ഒരു ജനറേഷൻ്റെ പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ ആൾക്കാരുടെ തോട്ട്സിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, അവയർനെസ് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും അവയർനെസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഇതിനെപ്പറ്റി അവർ അവെയർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് എപ്പോഴും സപ്രസീവ് ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇത് എക്സ്പ്രസീവ് ആവാനും ഇപ്പം എല്ലാവർക്കും അതിനുള്ള സ്പേസ് ഉണ്ട്. അതായത് ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള ലാംഗ്വേജസ് ഉണ്ട്. സോ ഈ സ്പേസ് കിട്ടുന്ന സമയത്ത് ഇത്രയും സപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ എക്സ്പ്രസീവ് ആയിട്ട് വരുന്നു, ഇതിനെപ്പറ്റി ചർച്ചകൾ നടക്കുന്നു, ഇതിൻ്റെ സയൻറ്റിഫിക്കലി ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു സ്പേസ് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയതിൻ്റെ ഒരു ബെനിഫിറ്റാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടുള്ളത്. അപ്പം ഇത്രയും കാലം ഒരു ഓൾഡർ ജനറേഷനിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നത് എല്ലാവരും ഹെട്രോസെക്ഷൽ ആണ്. സെക്ഷുവാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി വൺ ഹെട്രോസെക്ഷൽ ആണ്. അതേപോലെ ജെൻഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും എന്താണ് സിസ് ജെൻഡേഴ്സ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സ്പേസ് മാറി, ചർച്ചകൾ മാറുന്ന സമയത്ത്, അതായത് എക്സ്പ്രഷൻസ് കൊടുക്കാനുള്ളൊരു സ്പേസ് കിട്ടി തുടങ്ങുന്ന സമയത്ത് ആൾക്കാരുടെ തോട്ട്സും ഒക്കെ ഞാനും എന്താണ്, എൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളൊരു ചിന്തകൾ അവരും അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതേപോലെയാണ് ഈ പ്രൊനൗൺസ് ഒക്കെ വരുന്നുള്ളത്. അതായത് ചില ആൾക്കാർ പറയും ഹീ, ഹിം, അല്ലെങ്കിൽ ഷീ, ഹെർ, ദേ, ദം എന്നുള്ള പല രീതിയിലുള്ള പ്രൊനൗൺസ് ഉണ്ട്. പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കത് സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാർ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണറിനെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ഒരാളെ നമ്മൾ ഏത് രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടതെന്ന് അയാളടുത്ത് ചോദിക്കുന്നത് അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ആദ്യം കേൾക്കുമ്പോൾ നമുക്കിത് ഇത്രയും കാലം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ആൾക്കാർ, നമുക്ക് തോന്നുന്ന രീതിയിൽ ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അവരെ നമ്മൾ ആ രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്നു. സോ അതിൽ നിന്ന് വിപരീതമായിട്ട് വരുന്ന സമയത്ത്, നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണല്ലോ, ഏത് കാര്യത്തു നിന്നും വിപരീതമായിട്ട് എന്ത് കണ്ടു കഴിഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഹൂ യു ആർ അട്രാക്റ്റഡ് ടു എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് എനിക്ക് ആരോട് അട്രാക്ഷൻസ് തോന്നുന്നു, പണ്ട് കാലം മുതലേ ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻസ് ആയിരിക്കാം, റൊമാൻറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻസ് ആയിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷേ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിട്ടുള്ളത് ആണിന് പെണ്ണിനോടും അല്ലെങ്കിൽ പെണ്ണിന് ആണിനോടും തിരിച്ച് വൈസ് വേഴ്സ പോലെ മാത്രം തോന്നുന്ന ഒരു കോൺസെപ്റ്റാണ് സെക്ഷുവാലിറ്റി എന്നുള്ളതാണ്. ഹെട്രോ സെക്ഷൽ ആയിട്ടുള്ള സംഭവമാണ് ഏറ്റവും വലിയൊരു സംഭവം. അതാണ് നമ്മൾ ഈ സൊസൈറ്റീനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ഒരു സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഹെട്രോ സെക്ഷൽ കോൺസെപ്റ്റാണ് എന്നുള്ളതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർ എവിടെ നിൽക്കും, ഏത് റൗണ്ടിൽ നിൽക്കും, ഏത് സർക്കിളിൽ നിൽക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാ ഐഡൻറ്റിറ്റീനെയും റെഫർ ചെയ്യാനുള്ള വൊക്കാബുലറീസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗേ, അല്ലെങ്കിൽ ലെസ്ബിയൻസ്, പാൻ സെക്ഷുവാലിറ്റി, ഡെമി സെക്ഷുവാലിറ്റി, ഒരുപാട്. ഇതേപോലെ തന്നെയാണ് അസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും. ഒരു മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്ക് എന്താ പറയുക, എൻ്റെ സെക്സ് ഇതാണ്, എൻ്റെ ജെൻഡർ ഇതാണ്, അതുകൊണ്ട് എനിക്ക് സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് നിർബന്ധമാണ് എന്നൊന്നുമില്ല. അസെക്ഷൽ ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവും. സെക്ഷുവാലിറ്റി തന്നെ ഇല്ലാത്ത, എനിക്ക് ആരടുത്തും ഒരു ഫീലിങ്സും തോന്നുന്നില്ല, അതൊരു നോർമലായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഒരാൾ പറയുകയാണ്, ഒരു ഫാമിലിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ആരടുത്തും സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് അവർ പറയുന്ന കാര്യം എന്താ, ഓക്കെ ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് കല്യാണം കഴിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓപ്പോസിറ്റ് പാർട്ട്ണർ ഒരു ഫോഴ്സ്ഫുള്ളി ഒരാളെ കല്യാണം കഴിപ്പിക്കുന്നു, ആ ഫാമിലിയിലോട്ടേക്ക് പോകുന്നു. അപ്പം ജസ്റ്റ് തിങ്ക് അബൌട്ട്, ഇവർക്ക് പറ്റുന്നില്ല, ഇവർക്ക് ഒരാളടുത്ത് സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് തോന്നുന്നില്ല. അപ്പം ഇതിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത്, നമ്മൾ കല്യാണം കഴിക്കാൻ പോയിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ എല്ലാ ഫീലിങ്സും ഉള്ള ഒരാളായിരിക്കാം, സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉള്ള ആളായിരിക്കാം, അട്രാക്ഷൻസ് ഉള്ള ആളായിരിക്കാം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടാൾക്കാരുടെ ജീവിതം വെച്ചിട്ടാണ് നമ്മൾ ഈ കളിക്കുന്നത്. എസ്പെഷ്യലി പാരൻസിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോഴത്തെ കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്നുള്ളതല്ല, ആരുടെ ആണെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് മാനിക്കുക, അവരുടെ സെക്ഷൽ ഫീലിങ്സിനെ മാനിക്കുക, അവർക്ക് ആരടുത്താണ് ഇഷ്ടം തോന്നുന്നുള്ളത് ആ രീതിയിലോട്ടേക്ക് മാനിക്കാം. ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ആദില നൂറയുടെ ഇഷ്യൂ എന്നൊക്കെ പറയുന്നുള്ളത്. ബിഗ് ബോസിലൊക്കെ വളരെ കോൺട്രവേഴ്ഷ്യൽസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പോസിഷൻസ് വന്നു. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ അക്സെപ്റ്റൻസ് വന്നു. അതൊക്കെ നമ്മൾ ആ ഒരു ചേഞ്ചിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ചർച്ചകളുടെ നേരത്തെ പറഞ്ഞ ഒരു സ്പേസിൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആയിരുന്നു. അവരൊരു പ്രോഗ്രാമിന് പങ്കെടുപ്പിക്കുന്നു, പക്ഷേ
ഒരു മാസീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ, അത് വളരെ കോട്ടഡ് ആയിട്ടുള്ള ടേമാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ സാധാരണ അക്കോമഡേറ്റ് ചെയ്യാറില്ല. അവർ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ ഈ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവരും അംഗീകരിച്ചു പോകുന്നൊരു സിസ്റ്റത്തിൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനും അവരുടെ ഭാഗത്ത് നിൽക്കുന്നു, ഞാൻ ഇവരെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ വളരെ പേഴ്സണലായിട്ട് ചോയ്സാണ്. നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നു, നമ്മൾ ആരുടെ കൂടെ ഫിസിക്കൽ ഇൻറ്റിമസിയിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ആരായിരിക്കണം, അത് ഏത് ജെൻഡറിലുള്ള ആരായിരിക്കണം, അല്ലെങ്കിൽ അത് ഏത് സെക്സിലുള്ള ആളായിരിക്കണം എന്നുള്ളത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഒരാൾക്കും ആ ഒരു പേഴ്സണൽ ചോയ്സിലോട്ടൊക്കെ കടന്നു ചെല്ലാനുള്ള അവകാശമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതേപോലെ സൊസൈറ്റിയിലുള്ള ഒരു മിസ്കോൺസെപ്ഷൻസ് ആണ്, ഇപ്പം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം. അതായത് ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെ കേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ പത്രത്തിൽ വരുന്ന എന്താ, ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയെ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ അവരെ പിടിച്ചു എന്നുള്ള രീതിയിലാണ്. ഇതേ സമയത്ത് ഒരു സിസ്ജെൻഡർ ആയിട്ടുള്ളൊരു മെയിലോ ഒരു സിസ് വിമണോ അല്ലെങ്കിൽ ഒരു സിസ് മെന്നോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആണിനെ പിടിച്ചു എന്ന് പെണ്ണിനെ പിടിച്ചു എന്നും നമ്മളവിടെ വായിക്കാറില്ല. സോ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നുള്ളത് എന്തെങ്കിലും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്ത്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് അവരെ ആ രീതിയിലോട്ടേക്ക് എന്താ ചെയ്യുക, പോർട്രേ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതേപോലെയാണ് സെക്ഷുവാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്ന സമയത്തും ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്ന അതേ സെക്ഷൽ ഫീലിങ്സ് തന്നെയാണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്കും തോന്നുന്നുള്ളത്. അവർ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് അവർക്ക് സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ അവർക്ക് ആരെ കണ്ടാലും സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ കപ്പിൾസിനാണെങ്കിലും അവർക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവില്ല, അവരുടെ ഒരു സെക്ഷൽ ഫീലിങ്സിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. സെയിം സംഭവമാണ് ഹോമോസെക്ഷൽ എന്നുള്ളത്. അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരാരെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ അവരാരെയാണ് സ്വീകരിക്കുന്നുള്ളത് എന്നുള്ളത് മാത്രമാണ്. ഒന്നാമത്തെ കാര്യം അയാളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻ്റെ ഉള്ളിൽ എന്താണ് ആക്ച്വലി നടക്കുന്നുള്ളത്, ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിസ്കംഫർട്ട്, എനിക്ക് എൻ്റെ ഒരു ബോഡി ആയിട്ടുള്ള എൻ്റെ മൈൻഡുമായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ടിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, അതല്ലെങ്കിൽ ഇതൊരു ഫാൻറ്റസി മാത്രമാണോ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫെറ്റിഷ് തോട്ട്സിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുള്ളത്. അതായത് ചില ആൾക്കാർക്ക്, ഇപ്പം മെയിലായിട്ട് ജനിച്ചിട്ടുള്ള ഒരാൾക്കാർക്ക് യൂഷ്വലി നമ്മൾ സ്ത്രീകളൊക്കെ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം. എന്ന് കരുതി അയാൾക്ക് സ്ത്രീ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവത്തില്ല. അതൊരു കൈൻഡ് ഓഫ് ഒരു സെക്ഷൽ ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫാൻറ്റസിയോ ആവാം. സോ ഇത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിലുള്ളത് ഫെറ്റിഷ് തോട്ടാണോ അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജെൻഡർ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ കാണുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിനെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് തേടുക. ഇതിനർത്ഥം നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റി തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജെൻഡർ അഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിനെ കാണുക എന്നുള്ള ഒരു ഓപ്ഷൻ വെക്കുന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം ടേക്കണാണ്. അതായത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനായിട്ട് മാറരുത്. ഇതൊരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഡിസിഷൻസ് എടുക്കുമ്പോഴും നമ്മൾ പറയാറില്ല രണ്ടാമതൊന്ന് ആലോചിക്കണം എന്ന് പറയുന്നത് പോലെ കൃത്യമായി സമയമെടുത്ത് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിൻ്റെ ഇഷ്യൂസിലും വരാറുള്ളത്. എല്ലാവരുടെ ഒരു പേടി എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കും, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഏത് രീതിയിലാണ്, ഏത് ലാംഗ്വേജിലാണ് അവരുടെ അടുത്ത് സംസാരിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ അടുത്ത് വളരെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എക്സ്പ്രഷൻസ്, ഇപ്പം നമ്മൾ പണ്ട് പറയാറില്ലേ ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികളാണ് കരയുന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആർക്കാണെങ്കിലും ഏത് ഇമോഷൻസ് ആണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേദി കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഡൈവേഴ്സിഫൈഡ് ആണ്. ഒന്നും ഈ ഒരു ബോക്സിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഒരു ബോക്സിനുള്ളിൽ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് പ്രഷർ ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ കുട്ടികളെടുത്ത് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രഷർ ഇല്ലാതെ എക്സ്പ്രഷൻസ് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനൊരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് വളരെ നോർമലായിട്ട് തന്നെയുള്ള, അല്ലേ, നമ്മൾ എപ്പോഴും പ്രഷർ കൊടുക്കുമ്പോഴാണ് നമുക്ക് അബ്നോർമലായിട്ടത് ഫീൽ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു പ്രഷർലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലോട്ടേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിലാണല്ലോ നിൽക്കുന്നത്. അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി തന്നെയാണ്. സോ അവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുന്നുള്ളതും കമ്മിങ് ഔട്ട് ചെയ്യുന്നുള്ളതും ആൾക്കാരുടെ പ്രൊനൗൺസ് ചോദിക്കുന്നതൊക്കെ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അതേപോലെ മോക്കിങ്സും അല്ലെങ്കിൽ റിജക്ഷൻസും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതൊക്കെ സംഭവിക്കാം. ഞാനൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് കുറേ മിസ്മാച്ചസ് നമ്മുടെ ഐഡിയാസിൽ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള റിജക്ഷൻസ് സംഭവിക്കാം. അതുകൊണ്ട് എന്നെ ഞാൻ ആദ്യം എന്ത് ചെയ്യുക, ഒരു രീതിയിലുള്ള സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സ്പേസസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കാം, ഫാമിലിയിൽ കുറച്ച് സ്പേസസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ആയിരിക്കാം, മെൻ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോംസ് ആയിരിക്കാം. എങ്ങനെയാണോ നമ്മളെ കേൾക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന ഒരു തേർഡ് പേഴ്സൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കൈൻഡ് ഓഫ് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിജക്ഷൻസ് എപ്പോഴും ടൈം എടുക്കുന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള ആൾക്കാരെ അൺലേൺ ചെയ്യാനും അതേപോലെ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാവരും നമ്മളെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ ഒരു എല്ലാവർക്കും നമ്മുടെ ഒരു ലൈഫിലോട്ടേക്ക് ആക്സസ് ചെയ്യാതിരിക്കാനുള്ള കൈൻഡ് ഓഫ് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നുള്ളത് ഡൈവേഴ്സിഫൈ ആവുന്നത് ആക്ച്വലി ഒരു ടാബു ഒന്നുമല്ല. സോ നമ്മൾ ഇതിനോടൊരു പേടിയോടെ അല്ലെങ്കിൽ ഒരു മോക്കിംഗ് മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലായിട്ട് കാണുക എന്നതിനപ്പുറത്തോട്ടേക്ക് എല്ലാ ആൾക്കാർക്കും കുറച്ചും കൂടി ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു വേദി ഒരുക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു സോഷ്യൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.